നമസ്കാരം. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ മറ്റൊരു രാജ്യത്തെ അവിടുത്തെ ഭരണാധികാരിയെ കാണാനെത്തുമ്പോൾ സമയനിഷ്ഠ പാലിക്കുക എന്നുള്ളത് രണ്ട് കൂട്ടരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ സാധാരണഗതിയിൽ ഒരിക്കലും വീഴ്ച വരാറുമില്ല. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക്, വൈറ്റ് ഹൗസിലേക്ക് പ്രമുഖ വ്യക്തികൾ എത്തുമ്പോഴൊക്കെ തന്നെ കൃത്യസമയത്തായിരിക്കും അവരെത്തുന്നതും അവരെ ഇറങ്ങി വന്ന് പ്രസിഡന്റ് സ്വീകരിച്ച് ആനയിക്കുന്നതും എല്ലാം തന്നെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ തന്നെ അമേരിക്ക സന്ദർശിച്ച വേളയിലൊക്കെ തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഉണ്ടായ വിചിത്രമായ സംഭവം, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അദ്ദേഹത്തിൻ്റെ സൈനിക മേധാവിയായ അസീം മുനീറും അമേരിക്ക സന്ദർശിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രിയും രാഷ്ട്രത്തലവനും എത്തിയത്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. സാധാരണഗതിയിൽ ഐക്യരാഷ്ട്രസഭയിൽ അഭിസംബോധന ചെയ്യാനായി ഒരു രാജ്യത്തെയും പ്രധാനമന്ത്രി പ്രസിഡന്റൊക്കെ വരുമ്പോൾ സൈനിക മേധാവിമാർ കൂടെ പോകാറുള്ള പതിവില്ല. പക്ഷേ പാകിസ്ഥാനിലെ യഥാർത്ഥത്തിൽ അവിടുത്തെ ഭരണാധികാരി അസീം മുനീർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഷഹബാസ് ഷെരീഫിനെ ഡമ്മിയായി കൊണ്ടുവന്നതിന് ശേഷം എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ള കാര്യം കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും സൈനിക മേധാവി കൂടെ വന്നിട്ടുള്ളത്. ഏതായാലും അവിടെ എത്തിയപ്പോൾ ഇരുവരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാനായി അനുമതി വാങ്ങിയിരുന്നു. കൃത്യസമയത്ത് തന്നെ രണ്ടുപേരും വൈറ്റ് ഹൗസിലെത്തിയിരുന്നു. പക്ഷേ ട്രംപിനെ അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് ട്രംപ് ഈ സമയം പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി അവിടുത്തെ സൈനിക മേധാവിയും തന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മതിയായ പ്രാധാന്യം ട്രംപ് കൊടുത്തിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇരുവരും വൈറ്റ് ഹൗസിൽ എവിടെയോ അരമണിക്കൂറിലധികമാണ് ട്രംപിനെ കാത്തിരുന്ന് രണ്ടുപേർക്കും അങ്ങേ അറ്റം മുഷിഞ്ഞിരിക്കാം. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താ സമ്മേളനം തീരാറായപ്പോൾ ട്രംപ് പെട്ടെന്ന് പറഞ്ഞു, അയ്യോ, എന്നെ കാത്ത് രണ്ട് അതിഥികൾ എന്ന് വന്ന് ഇരിപ്പുണ്ട്. രണ്ട് അതിഗംഭീരന്മാരായ രണ്ട് മഹാന്മാരായ അതിഥികൾ അവിടെ ഉണ്ട്. അവരെന്നെ കാത്തിരിക്കുകയും അവരെ എവിടെയാണെന്ന് എനിക്കിനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ വിശാലമായ ഓവൽ ഓഫീസിൻ്റെ എവിടെയെങ്കിലും ഈ രണ്ടുപേരും കാണുമായിരിക്കുമെന്ന്. ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും അവിടുത്തെ സൈനിക മേധാവിയുമാണ് വന്നിട്ടുള്ളത് എന്ന്. അമേരിക്ക എത്രമാത്രം വിലയാണ് ഇവർക്ക് നൽകുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.